ഹലോ, ഇത് നമ്മുടെ നോമ്പിൻ്റെ സമയത്ത് വിസ ചേഞ്ചിങ്ങിന് വേണ്ടി UAE പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. നോമ്പും പെരുന്നാളും ബാക്കി തിരക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ദിമക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ മറന്നു പോവുകയും ചെയ്തു. ഇപ്പോൾ ഫോൺ നോക്കിയപ്പോഴാട്ടോ ഇതിൻ്റെ ഓർമ്മ വന്നത്. അപ്പം എന്നാൽ പോസ്റ്റ് ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ 2 ദിവസത്തെ ദുബായിലെ കുറച്ച് വിശേഷങ്ങൾ ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം ബ്രദറിൻ്റെ അടുത്ത് അബുദാബിയിൽ സ്റ്റേ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ദുബായിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മൾ അബുദാബിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 5:30-6 മണി ആയപ്പോഴേക്കും നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നോമ്പായതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാനുള്ള പരിപാടിക്ക് വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കുറച്ച് നേരത്തെ അലച്ചിന് ശേഷം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കരാമയിലെ കാലിക്കറ്റ് സ്റ്റോറീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. മൂപ്പരിവിടെ എന്തോ നല്ല ആലോചനയിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എത്ര ഐറ്റംസ് ആയിട്ട് നമ്മൾ നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ കുറേ വീഡിയോസ് എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും എങ്ങനെയോ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. കറാമയിൽ വെച്ച് ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞതിന് പിന്നെ നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. 2ാമത്തെ ദിവസം നമ്മൾ ഉച്ചയായപ്പോൾ ജസ്റ്റ് ഒന്ന് ദുബായ് മാളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മക്കളുടെ വോയിസ് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക്കാണ്. എത്ര തന്നെ വാതിലടച്ചിരുന്ന് ഇങ്ങോട്ട് വരില്ല, ഞാനിങ്ങനെ പണിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് 100 കൂട്ടം ചോദ്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ തീരാത്ത ആവശ്യങ്ങളായിരിക്കും. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു ഫിഷിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ദുബായ് മാളിൽ, അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ദുബായ് മാൾക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 പേര്. 2 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫിഷിൻ്റെ സംഭവങ്ങളൊക്കെ. ഇവിടെ TV-യിലായാലും തന്നെ ഏത് നേരം ഫിഷസിനെ കുറിച്ചിട്ടും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് എപ്പോഴും കാണാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കൗതുകത്തോടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു കുറച്ച് നടന്നപ്പോഴേക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ദുബായിൽ വിശേഷങ്ങൾ. അന്നത്തെ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ മൂലം പിന്നെ നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ കൂടുതലൊന്നും ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പോരുന്ന വഴിക്ക് നമ്മൾ അബ്രയിൽ ജസ്റ്റ് ഒന്ന് ബോട്ടിങ്ങിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഒമാനിലേക്കാണ് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങളിൽ അധികം പേരും ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല കേട്ടോ. വീഡിയോസ് വെറുതെ അങ്ങനെ കണ്ടുപോകാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് വരാം കേട്ടോ. ബൈ.